യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നേരെ നോക്കിയിരുന്നോളൂ. ഇതേപോലത്തെ നമ്മളിപ്പോ നേരത്തെ ചെയ്ത അതേ മോഡൽ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതില് എക്സ് എന്താ 2 അല്ലേ, y എന്താ 5. ചേഞ്ച് ഇൻ എക്സ് എന്താ, ചേഞ്ച് ഇൻ എക്സ് എന്താ, ചേഞ്ച് എക്സിലെ ചേഞ്ച് എന്താ 3. ഇവിടെ വൈയിലെ ചേഞ്ച് എന്താ, വൈയിലെ ചേഞ്ച് എന്താ -2. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എക്സിന്റെ കൂടെ അനദർ പോയിന്റ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഇതാണ്. അനദർ പോയിന്റ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഇതാണ്. എക്സിന്റെ കൂടെ എക്സിലെ ചേഞ്ച് ആണ് ആഡ് ചെയ്യേണ്ടത്. ആഡ് ചെയ്തു. വൈയുടെ കൂടെ വൈയുടെ ചേഞ്ച് ആണ് ആഡ് ചെയ്യേണ്ടത്. എക്സിന്റെ കൂടെ എക്സിലെ ചേഞ്ച് ചെയ്യുക, വൈയുടെ കൂടെ വൈയുടെ ചേഞ്ചും ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? നേരെ മനസ്സിലായോ? സിമ്പിൾ ആണ് കേട്ടോ. വേറെ പോയിന്റ് കൂടി ചെയ്യാൻ പറഞ്ഞാലോ, 2 പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, വീണ്ടും ഒരു പോയിന്റ് കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്താ ചെയ്യാം? എക്സാമിന് വേണമെങ്കിൽ 2 പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്താ ചെയ്യാം? വീണ്ടും 5ഉം 3ഉം എഴുതുക. എക്സിന്റെ കൂടെ വീണ്ടും എക്സിലെ ചേഞ്ച് ചെയ്യുക. പറഞ്ഞ എക്സിലെ ചേഞ്ച് എന്താ? പറയണ 3. ക്ലിയർ ആണോ? വൈയുടെ കൂടെ വൈയിലെ ചേഞ്ച് ചെയ്യുക. ചിലപ്പോ 2 പോയിന്റ് കണ്ടുപിടിക്കാനൊക്കെയാണ് ചോദിക്കുക. അപ്പൊ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇപ്പൊ കിട്ടിയ ആൻസറിന് വീണ്ടും ആഡ് ചെയ്ത ഒരു പോയിന്റ് കൂടി അവിടെ കണ്ടുപിടിച്ച് വെച്ചോ. അനദർ പോയിന്റ് പറഞ്ഞിട്ട് ഒന്നും കൂടി കണ്ടുപിടിച്ച് വെച്ചോ. അല്ലെങ്കിൽ ചിലപ്പോ എക്സാമിന് നിങ്ങൾ പറയും 1 പോയിന്റ് കണ്ടുപിടിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ, അടുത്ത കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയും.